ഇപ്പം അത്യാവശ്യം എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയല്ലേ കോമണായിട്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് വരും. ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒന്നുമില്ല, ഒന്നല്ലെങ്കിൽ രണ്ട് അത്രേ ഉള്ളൂ. അത് എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഇടാൻ ഇഷ്ടമല്ല, ഒരുപാട് ന്യൂഡും ഇഷ്ടമല്ല. നമ്മുടെ ഫേസിനെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇതുകൊണ്ട് യൂസ് ചെയ്യുന്നു, ഒരു നോക്കുന്നത്. ചിലർക്ക് ലിപ്സിൻ്റെ ഷെയ്ഡിനെ കവർ ചെയ്യാനായിരിക്കും. ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ ഒരു ബേൺഡ് ബ്രിക്ക് കളറിൻ്റെ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡല്ല, താഴോട്ട് പോകത്തില്ല, അത്യാവശ്യം ബ്രൈറ്റ് കളറാണ്. എടുത്ത വീഡിയോയിലുള്ള കളറാണ് കേട്ടോ ശരിക്കും അതിന് തോന്നുന്നത്. നമ്മൾ റൂമിനകത്ത് വെച്ചെടുക്കുമ്പോൾ കളർ വ്യത്യാസമുണ്ട്. ഞാൻ കളറ് എനിക്ക് ഓൺലൈനിൽ നിന്ന് ഇതിനു മുമ്പ് വാങ്ങിച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ 200 രൂപയായി. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും 161 രൂപയ്ക്കൊക്കെ ഒരെണ്ണമാണെങ്കിൽ കിട്ടുന്നുണ്ട്. കോംബോ ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ 4 230 240 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡ്സൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നോക്കുക. ഈ ഒരു കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. ഒരുപാട് വെള്ളം പറ്റുകയോ നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മായുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരുവിധം കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ആ ഒരു ടിൻറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് റീഅപ്ലൈ ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കണ്ട, നമുക്ക് അത്യാവശ്യം സ്പ്രെഡായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പർപ്പസിനൊക്കെ ഉദ്ദേശിച്ച ഒരു ലിപ്സ്റ്റിക് എടുക്കുകയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് ഓക്കെയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്. അപ്പം ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം, നോക്കുക.